അപ്പോ ആ പെൺകുട്ടി അത് അത് ഗൗരിയാണ്. എനിക്ക് അവളെ അറിയാം അപ്പു. അവളുടെ ഊമയായ അനിയനെ, അമ്മയെ, പാട്ടിയെ. ഇല്ല, അവൾ ഈ നരകത്തിൽ അകപ്പെടാൻ പാടില്ല. അവളുടെ പവിത്രത ആരും ഒരു നോട്ടം കൊണ്ടുപോലും കളങ്കപ്പെടുത്താൻ പാടില്ല. അപ്പോ ഒരാളെ കൂടി കൊണ്ടുപോകാൻ നിന്റെ ലോറിക്കാർ തയ്യാറാകുമോ? എന്താ ഈ പറയുന്നത്? അതെ അപ്പോ, എനിക്ക് അവളെ അവളുടെ വീട്ടിലെത്തിക്കണം. ഈ പറയുന്നതിന്റെ പിന്നിലെ മനുഷ്യത്വം എനിക്ക് മനസ്സിലാവും. പക്ഷെ പട്ടേൽ, അയാളോട് ഞാൻ സംസാരിക്കാം. വേണ്ട, അതത്ര നിസ്സാരമല്ല. നിങ്ങൾ കണ്ടതിനപ്പുറത്ത് അയാളൊരു ചെകുത്താനുണ്ട്. അറിയാം. എങ്കിലും ഞാൻ അയാളോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. നീ ആൺകുട്ടിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ പട്ടേലിന്റെ മുമ്പിൽ വന്നിത് പറയാൻ നീ ധൈര്യം കാണിച്ചത്. ആ കൊച്ചിനെ നിനക്ക് കൊണ്ടുപോകണമെങ്കിൽ ആയിക്കോ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അവളുടെ പുറത്ത് ഞാൻ ഇറക്കിയ കാശ് അതെനിക്ക് തിരിച്ചു കിട്ടണ്ടേ? അതല്ലേ ന്യായം? എന്താ പോ? തരാം, ഞാൻ തരാം. എന്നാവാ, പണവും കൊണ്ട്. ബാക്കി നമുക്കപ്പം സംസാരിക്കാം. എന്താ? കരയല്ലേ, കൊണ്ടുപോവുക കുട്ടിയെ ഞാൻ. പണം കൊടുക്കാമെന്ന് പട്ടേലിനോട് പറയുമ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. അതറിയാൻ തന്നെയാ ഞാനും നിന്നത്. എവിടുന്ന് എടുത്ത് കൊടുക്കും? രൂപ 50,000 വേണം. അത്രയും തുക എനിക്കറിയില്ല. അപ്പോ എന്റെ കയ്യിലുള്ള നുള്ളി പറയ്ക്കാ തന്നെ എവിടെ എത്താനാ? എന്തെങ്കിലും വിൽക്കാനോ പണയം വെക്കാനോ എന്ന് വിചാരിച്ച എന്തെടുത്ത് വിൽക്കാനാ? വാങ്ങാൻ ആളുണ്ടോന്ന് അന്വേഷിക്കേ, അല്ലെങ്കിൽ പണയത്തിന് എന്റെ ജീവൻ എന്റെ അതേ ഉള്ളൂ. ഇതെടുക്കാം. ഇത്രയും കാലം മാനം വിറ്റ് കിട്ടിയതാ. ഇതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് സന്തോഷായി. നിങ്ങളൊരു വലിയ മനുഷ്യനാ. ദൈവം നിങ്ങളെ എങ്ങോട്ട് അയച്ചത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുജ്ജന്മ പുണ്യം. അരുത്, നിങ്ങളുടെ കൈകൊണ്ട് തൊടാനുള്ള യോഗ്യത ഇതിനില്ല. അപ്പോ ഇതെടുക്ക്. ഒരു വലിയ മനസ്സുണ്ട് നിനക്ക്. നിന്റെ മുന്നിൽ ഞാനും ഈ ലോകവും ചെറുതാവുക.
50,000-ൽ കൂടുതൽ ഇതിന് വില വരുമെന്ന് പറയപ്പോ. അച്ഛാ, 50,000. 50,000. അപ്പോ നീ അറിഞ്ഞു വെച്ചിരിക്കുന്നു എന്റെ മുതൽമുടക്ക്. രഘുവീർ, ഇവൻ ആള് കൊള്ളാമല്ലോ. ഇവനെ ഇനി ഇവിടെ വെച്ചോണ്ടിരുന്നാൽ കാര്യം ശരിയാവത്തില്ല. നിനക്ക് ഇന്ന് തന്നെ സ്ഥലം വിടാം. കൊച്ചിനെ ഞാൻ പുറകെ അയച്ചേക്കാം. ഇറങ്ങി പോടാ. നമുക്ക് പോവാം. അയാൾ വാക്ക് മാറി. ഓയ്, ഇറങ്ങി പോകാൻ പറഞ്ഞത് കേട്ടില്ലേ? വേണ്ട, അരുത്, അരുത്. വരൂ. പറയുന്ന ലളിതേ, ഇത് കണ്ടോ? ആരുടെ സമ്പാദ്യമാണ് ഇത്? ഏതോ അവളുടെ അമ്മയെ കെട്ടിക്കാൻ കരുതി വെച്ച പൊന്നും പണവും. ആരാണ് ഇത്? എനിക്കറിയാം, എനിക്കറിയാം. രഘുവീർ, കൊന്നില്ല. തല്ലി മടുത്തപ്പോഴായിരിക്കും ഓർത്തത് ഇനിയും കുറച്ചു കാലം കൂടെ സമ്പാദിക്കാൻ ഈ ശരീരം കൊണ്ടാവുമെന്ന്. പൊയ്ക്കോളൂ, എത്രയും വേഗം. ഇനി ഇവിടെ നിൽക്കരുത്. പോവാണ് എത്രയും വേഗം. ഗൗരിയുടേത് ദൈവനിശ്ചയമാവും. ദൈവനിശ്ചയം. അതെന്തായാലും പോകുമ്പോ എന്റെ കൂടെ ആ കുട്ടിയുണ്ടാവും. അതാണ് എന്റെ നിശ്ചയം. അത് സാഹസമാണ്. നിങ്ങളുടെ ജീവൻ അപകടത്തിലാവും. എന്റെ ജീവൻ. അത് ഈ നഗരത്തിൽ കാലുകുത്തിയ അന്ന് തന്നെ എനിക്ക് കൈമോശം വന്നതാ. ചലിക്കുന്ന ഈ ശരീരത്തെയാണ് അപ്പോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതൊരു പാഴ്വസ്തുവാണ്. എന്നോ ജീവിച്ചിരുന്നതിന്റെ ഒരോർമ്മ മാത്രം. വേണ്ട, പട്ടേലിനെ തോൽപ്പിച്ച് നിങ്ങൾക്ക് അവളെ ഇതിനകത്തു നിന്നും കൊണ്ടുപോകാനാവില്ല. അപ്പുവാണ് മുമ്പ് പറഞ്ഞത്, ദൈവം ആയുസ് നീട്ടിത്തന്നത് എന്തോ ചിലത് ചെയ്തു തീർക്കാൻ വേണ്ടിയാവുമെന്ന്. അതിനുള്ള സമയമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഈ നെഞ്ചിന്റെ ചൂടിൽ ഞാൻ വളർത്തി വലുതാക്കിയ എന്റെ പെങ്ങളെ എനിക്ക് രക്ഷിക്കാനായില്ല. ഞാൻ വൈകിപ്പോയിരുന്നു. ഇപ്പോ ഈ ഒരു രാത്രിയെങ്കിലും എന്റെ മുന്നിലുണ്ട്. ഞാൻ പോകുന്നു രത്നം. ഉറക്കറകളിൽ ഞാൻ ഇന്നേ വരെ കണ്ടത് ഇരുകാലികളായ മൃഗങ്ങളെയായിരുന്നു. ഞാൻ ആദ്യമായി കാണുന്ന പുരുഷനാണ് നിങ്ങൾ. എല്ലാ വേദനകളും ഞാൻ മറക്കുന്നു. ഞാൻ ഭാഗ്യവതിയാണ്. കാരണം നിങ്ങൾ എന്നെ തൊട്ടു. നിന്നെ വെറുത്തതിന്റെ ഇരട്ടി സ്നേഹിച്ച് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാ. പോകുന്നു. എത്ര ദൂരം എത്തുമെന്നറിയില്ല.
ചോദിച്ചത്. എനിക്കൊരു പെണ്ണിനെ വേണം. ആ, ഈ കൂട്ടത്തിൽ നിന്നൊന്നിനെ സെലക്ട് ചെയ്തോ. എന്നിട്ട് കാശും തന്ന് മുറിയിലേക്ക് പോകാം. തിരഞ്ഞെടുക്കാനൊന്നുമില്ല. എനിക്ക് വേണ്ടത് ഗൗരിയാണ്. അതിനുള്ള പണം ഞാൻ പട്ടേലിന് കൊടുത്തു കഴിഞ്ഞു. ഗൗരി എവിടെയെന്നാണ് ചോദിച്ചത്. താൻ എന്തിനുള്ള പുറപ്പാടാ? കുഴപ്പം കാണിക്കാൻ വന്നാലേ ഇവിടെ പയ്യന്മാരുണ്ട്. ഗൗരി അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി കൊല്ലും ഞാൻ ആരെയും. തുറക്കറിയും. കിടന്ന് ചെലമ്പാതെ തുറക്കറി. തുറക്ക്. തുറക്കാൻ. വാ.